കുതിച്ചുയരുന്ന വെളിച്ചെണ്ണ വിലയിൽ പ്രതിസന്ധിയിലായി മലയാളികൾ. വീട്ടാവശ്യത്തിനും വാണിജ്യാവശ്യത്തിനും ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 450 രൂപ ആയതോടെ വ്യാപാരികളും സാധാരണക്കാരും വലയുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയും തേങ്ങയും പടിക്ക് പുറത്തു നിർത്തേണ്ട സാഹചര്യത്തിലാണ് മലയാളികൾ. ഒരു ശരാശരി മലയാളിയുടെ വീടാണിത്. ഇന്നത്തെ തേങ്ങയുടെ വില വെച്ചിട്ട് ഒരു ചമ്മന്തി അരയ്ക്കണമെങ്കിൽ പോലും 2 തവണ ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ അമ്മയാണെങ്കിൽ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ എങ്ങനെയാണ് നമുക്ക് തേങ്ങ ഇല്ലാണ്ട് കറികളൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ ഈ തേങ്ങയുടെ വില കാരണം എണ്ണയും വില കൂടുന്നുണ്ട്, തേങ്ങയ്ക്കും വില കൂടുതല. എങ്ങനെ ഈ ദിവസമുള്ള കറികളൊക്കെ വെച്ച് പോകുന്നത്? ദിവസവും ഒരു തേങ്ങ ഇല്ലാതെ നമുക്ക് പറ്റില്ല. അങ്ങനെ ഓരോ ദിവസവും തേങ്ങയൊക്കെ കുറച്ച്, പിന്നെ വെളിച്ചെണ്ണ വില കൂടുതൽ, എന്ത് ചെയ്യും? എല്ലാ സാധനത്തിനും വില കൂടുതൽ. തേങ്ങയാണ് ഇപ്പം പ്രധാനമായിട്ട് നിൽക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മണവും രുചിയാണ് ഇഷ്ടം. വെളിച്ചെണ്ണ മറ്റേതെല്ലാം മായമല്ലേ, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ എണ്ണയും പാം ഓയിലും ഒക്കെ ബദലാണ്. പക്ഷേ രുചിയുടെ കാര്യം ഓർക്കുമ്പോൾ മലയാളികളുടെ നൊസ്റ്റു രുചികളിൽ പ്രധാനമാണ് വെളിച്ചെണ്ണ. ചമ്മന്തിക്ക് മാത്രമല്ല, സാധാ വീട്ടിൽ എന്ത് കറി വെച്ചാലും വെളിച്ചെണ്ണ മസ്റ്റാണ്. ഇപ്പൊ ചേച്ചി എന്താ ചേച്ചി വെളിച്ചെണ്ണ ഇല്ലാണ്ട് കറികളൊന്നും വെക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പൊ സ്ഥിരം? അതിപ്പോൾ അങ്ങനെയാണ്. വെളിച്ചെണ്ണ ഇല്ലാണ്ട് നമുക്കിപ്പോൾ എന്താ ഡേ ടു ഡേ ലൈഫിൽ വെളിച്ചെണ്ണ ഒരു അത്യാവശ്യ ഘടകമാണല്ലോ. അപ്പം നമുക്ക് ഓയിൽ ഇല്ലാണ്ട് ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളീയമായ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലല്ലേ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യമൊക്കെ 1 ലിറ്റർ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ 1/2 ലിറ്ററായി നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഉള്ളൂ വാങ്ങിക്കാൻ. ഇപ്പോൾ അതേ പറ്റത്തുള്ളൂ. അത് തന്നെ 200-250 മേളിലാണ്. എമൗണ്ട് കൂടുതലാണ് അതിൻ്റെ ഇത് തന്നെ. അപ്പോൾ അത് ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് വേണം പറയാൻ. അതാണ് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാധാരണ ജോലി ചെയ്യുന്ന ഒരു ആൾക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എണ്ണയുടെ ആയാലും എല്ലാ സാധനങ്ങളും വില. പക്ഷേ ഇപ്പോൾ എണ്ണ വെച്ചാൽ നമുക്ക് അത്യന്താപേക്ഷികമായ ഒരു ഘടകമാണ്. അതില്ലാണ്ട് നമുക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിലിങ്ങനെ കൂടിക്കൊണ്ടെന്ന് എന്ത് ചെയ്യുമെന്ന് ഇനി വരുമ്പം തന്നെ അറിയാം. എന്താണ് അടുത്ത സ്റ്റേജ് എന്ന് ആൾക്കാരെന്ത് ചെയ്യുമെന്ന് അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. കീശയിലെ കാശും രുചിയും തമ്മിൽ എവിടെ കോംപ്രമൈസ് അല്ലേ? പ്രത്യേകിച്ച് വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 450 രൂപയും കടന്ന് കുതിക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പൊന്നും വില ആയതോടുകൂടി വ്യാപാരം കൂപ്പുകുത്തിയിരിക്കുകയാണ്. തേങ്ങ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം വില വർധനമാണ്. ഓരോ ദിവസവും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ടൈറ്റ്. നമ്മുടെ കേരളത്തിൽ താൻ ഇല്ല. പിന്നെ എല്ലാം തമിഴ്നാടാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. അവിടെ നിന്ന് വരുന്നതാണ്. വെളിച്ചെണ്ണയുടെ വില നോക്കിയിട്ട് ആൾക്കാർ അവിടെ തന്നെ തിരിച്ച് വെച്ചിട്ട് പോവുകയാണ്. 1 ലിറ്റർ വാങ്ങുന്നവർ 1/2 ലിറ്റർ ആക്കി, 1/2 ലിറ്റർ വാങ്ങുന്നവർ നിർത്തി. ഇപ്പോൾ എല്ലാവരും പാം ഓയിലിലേക്കും മറ്റുള്ള എണ്ണയിലേക്കും മാറിയെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. നാളികേരത്തിന് വില വർദ്ധിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പരമ്പരാഗത രീതിയിൽ വെളിച്ചെണ്ണ ചക്കിലാട്ടുന്ന സ്ഥിര കച്ചവടക്കാർ. വെളിച്ചെണ്ണ ഇപ്പോൾ കൊപ്ര 270 രൂപ വരെ ആയി. ഇപ്പോൾ 270 രൂപയ്ക്ക് കൊപ്ര 1,700 കൊപ്രയോളം ആട്ടിയാലേ നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഈ മുടക്കുമുതൽ അതിൻ്റെ ഒപ്പം എത്തി 500 രൂപ അടുപ്പിച്ചായി. വളരെ കുറവാണ്. കൊപ്രയ്ക്ക് വില കൂടിയപ്പോൾ പിന്നെ നമ്മൾ ആട്ടിൽ സെയിൽസ് കുറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ആട്ടിൽ കുറയും. എനിക്ക് 40-50 ലിറ്റർ വെളിച്ചെണ്ണ ഡെയിലി പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 10-12 എത്തി. നമുക്ക് നേരെ കച്ചവടം, വെളിച്ചെണ്ണയുടെ കച്ചവടം 3-1 കുറഞ്ഞു. വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും പകരം ബദൽ മാർഗങ്ങൾ ഉപയോഗിച്ചു തുടങ്ങാൻ മലയാളികൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. ജനം, തിരുവനന്തപുരം.